രണ്ടാളും കൂടിയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത്. പുറത്ത് വന്നിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുട്ടൂനൊരു മെഡിക്കൽ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ പോയിട്ട് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വാങ്ങണം. വാങ്ങിയിട്ട് നേരെ പൂതപ്പാർക്കുണ്ട്. വാങ്ങിയിട്ട് ഒന്ന് പൂതപ്പാറ വഴി നമ്മൾ കണ്ണൂരേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴും നമ്മളിതാ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പായസം കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ മെഡിക്കൽ ലാബിൽ പോയിട്ട് റിസൾട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ കണ്ണൂരേക്കാണ് പോകുന്നത്. കണ്ണൂർ നമ്മൾ പോകുന്നത് എന്ന് വെച്ചാൽ ഒരു MRI സ്കാൻ ചെയ്യാനുണ്ടായിരുന്നു. കുട്ടി നാട്ടിൽ വന്ന സമയത്ത് തൊട്ടിട്ട് ചെറിയ നടുവേദന ഉണ്ടായിരുന്നു. അപ്പം അത് പെട്ടെന്ന് മാറുന്ന കരുതി നിന്നു. മാറാത്തത് കൊണ്ട് നമ്മൾ നേരെ AKGയിൽ കാണിച്ചു. അവിടുന്ന് എക്സ്റേ എടുത്തപ്പം കുഴപ്പമില്ല, ഫിസിയോ ചെയ്യാൻ പറഞ്ഞു. ഫിസിയോൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 വീക്ക് ഫിസിയോ ചെയ്തിട്ട് കുറച്ച് ബ്ലഡ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ, വേദന കുറയുന്നില്ല തീരുന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റും അതുപോലെ MRI സ്കാനും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആ വഴിക്കാണ് നമുക്കിതാ പായസം കിട്ടിയിട്ടുള്ളത്. നമ്മളിതാ നേരെ MRI സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഡോക്ടർ ഷാജി MRI മെഡിക്കൽ റിസർച്ച് സെൻ്ററിലാണ് പോകുന്നത്. സൂര്യ സിൽക്സിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതൊന്നല്ല, അവിടെ പോയ സമയത്ത് അവിടുന്ന് ഭയങ്കര തിരക്ക്. നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് അവർ എന്തെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പം നമ്മളെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 1 ഹവറിന് മുകളിൽ അവിടെ ഇരിക്കേണ്ടി വരും. വേറെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പോയിട്ട് വന്നോന്ന് പറഞ്ഞു. അപ്പോൾ കരുതി എനക്കൊന്ന് കോട്ടയ്ക്കൽ പോകണമായിരുന്നു. ഭയങ്കര മുടികൊഴിച്ചിലിൻ്റെ പ്രശ്നമായതുകൊണ്ട്, അല്ലേ മുടികൊഴിച്ചിലിൻ്റെ പ്രശ്നമായതുകൊണ്ട് പറഞ്ഞു. അമ്മ പറഞ്ഞു വീട്ടിൽ, അമ്മ കോട്ടയ്ക്കല്ല സ്ഥിരം കാണിക്കല്. അപ്പം കോട്ടയ്ക്കൽ പോയി കാണിക്കാൻ. അപ്പൊ എനിക്ക് ഈ മൈഗ്രെയിൻ്റെ പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് അവിടുത്തെ ഡോക്ടറെ കാണിച്ചിട്ട് തന്നെ കൺസൾട്ട് ചെയ്തിട്ട് എണ്ണ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാന്ന് കരുതി. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നേരെ എന്നാൽ അവിടുന്ന് വെറുതെ ടൈം കളയണ്ടെന്ന് എഴുതിയിട്ട് അവർക്ക് നമ്പറെല്ലാം കൊടുത്തിട്ട് നമ്മൾ പോയിട്ടുണ്ട്. കമ്മലുകള് അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേഡിയം വഴിയാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ പോയിട്ടുള്ളത് ഡോക്ടർ ഷാജി MRI സെന്ററിലാണ്. അത് വരുന്നത് നമ്മളെ കക്കാട് അല്ലേ, സൗത്ത് ബസാർ. ആ സ്ഥലം ശരിക്കും എന്താ പറയാ, കാൾടെക്സ് ജംഗ്ഷൻ. അവിടെയാണ് ഉള്ളത്. അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ നേരെ നമ്മൾ കോട്ടയ്ക്കൽ ആയൂർ വൈദ്യശാല അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാലയിൽ എത്തിയിട്ടുണ്ട്. എന്താണ് ഒട്ടു പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാം സൂപ്പറായിട്ട് പോകുന്നു. ഹലോ, അപ്പൊ നമ്മൾ കോട്ടയ്ക്കൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് പെട്ടെന്ന് കഴിഞ്ഞിനെ ഡോക്ടറെ പോയി പാടനെ ഡോക്ടറെ കാണിച്ചു. അങ്ങനെ എന്നിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ നമ്മളിതാ മുനീശ്വരൻ കോവിലല്ല, പിള്ളിയാർ കോവിലല്ലേ, പിള്ളിയാർ കോവിൽ വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ വീണ്ടും പായസം കിട്ടി. ഇതാ ഒരാള്, അയ്യോ ഇന്നെന്തായാലും വന്ന ദിവസം നല്ല ദിവസമാണ്. ഫുൾ പായസം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പായസം കുടിക്കാനായിട്ട് നമ്മൾ ഇറങ്ങിയതാന്ന് തോന്നുന്നു. വരുന്ന വഴിക്ക് പക്ഷെ വേറെ കുറച്ച് സ്ഥലത്തെല്ലാം നോക്കിനെ അവരൊന്നും പായസം കൊടുക്കുന്നില്ല, ഒരു ലഡു പോലും കൊടുക്കുന്നില്ല. പായസം തരാം. അയ്യോ, ആരാ പറയുന്നേ? അങ്ങോട്ട് പോകുമ്പോഴേ ഈടെ പായസം കൊടുക്കുന്നുണ്ട് നോക്കി വെച്ചിട്ട് എന്നെ ഇറക്കി വാങ്ങിപ്പിച്ച ആളായി പറയുന്നേ. അപ്പൊ നമ്മളെന്നാ പായസം കുടിക്കട്ടെ. അങ്ങനെ ഇത്ര സമയമായിട്ട് നമ്മളെ സ്കാനിങ് സെന്ററിൽ നിന്ന് വിളിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ സമയം എത്രയായി ടൈം? 2 മണിയായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെച്ച് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് കരുതി. അങ്ങനെയല്ല, നമ്മള് വന്ന കാര്യം സ്കാൻ ചെയ്യുന്നല്ലേ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് നമ്മളെ സ്കാനിങ് സെൻറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള, കാരണം എപ്പോഴാണ് വിളിക്കുവാന്ന് അറിയില്ലല്ലോ. ഇവിടെ കുറേ ഹോട്ടൽസ് ഉണ്ട്, പുലരി. അപ്പം അടുത്തടുത്ത് തന്നെ കുറേ ഹോട്ടൽസ് ഉണ്ട്, അവിടെ കയറാമെന്ന് കരുതിയിട്ടാണ് ഉള്ളത്. അപ്പം എന്തായാലും ഇനി ഫുഡ് കഴിക്കാൻ പോട്ടെ.
അങ്ങനെ നമ്മളിതാ മലയാറ്റൂർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുള്ളത്. അപ്പം കുട്ടു പറഞ്ഞു ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് ഇതാ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണി കഴിക്കുന്ന തിരക്കിലാണ്, എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ സൗണ്ടിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായത് ബിരിയാണി എന്നല്ല, സാധാ ഊണായിരുന്നു. അപ്പോൾ ഊണിൽ വന്നിട്ടുള്ളത് ചോറ്, സാമ്പാർ, അതുപോലെ ഒരു നാരങ്ങ അച്ചാർ, പിന്നൊരു കൂട്ടുകറി, പച്ചടി, വറവ്, പയറിൻ്റെ വറവാണ് ഉണ്ടായത്. പിന്നെ എനിക്ക് പായസം വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പൊരിച്ച സാധനങ്ങൾ വന്നു. പൊരിച്ചതിലൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പം കുട്ടുകാരൻ എന്നാൽ കല്ലുമ്മക്കായി ഫ്രൈ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കല്ലുമ്മക്കായി ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്നിട്ടും സ്കാനിങ് സെൻ്ററിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇതൊക്കെ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതാണ് പിന്നെ വീട്ടിൽ വന്നിട്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇമേജിൽ കയറിയിട്ടുണ്ടായിരുന്നു. വെറുതെ ഓണം ഓഫറൊക്കെ എന്തുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഫോണിനായാലും ലാപ്ടോപ്പിനായി കഴിഞ്ഞാലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ കയറി ലാപ്പിൻ്റെ പൈസ ചോദിച്ചു. ഐഫോൺ, ഗാലക്സി അങ്ങനെ എന്തൊക്കെയോ നോക്കി പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി സ്കാനിങ് സെൻറ്ററിലേക്ക് പോയി. അങ്ങനെ നമ്മൾ ഇമേജിലായിരുന്നു കയറിയിട്ടുണ്ടായത്. കുറച്ച് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ വെറുതെ ടൈം പോകണ്ടേ, ഇവിടെ വിളിക്കാനായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും വിളിച്ചിട്ടില്ല നമ്മളെ എക്സ്റേ സ്കാനിങ്ങിൻ്റെ എടുക്കുന്നത്. അപ്പം അതിൻ്റെ തൊട്ടടുത്താണ് ഇമേജ് മൊബൈൽ ലാപ്ടോപ്പ് ഒക്കെ ഉള്ള ഷോപ്പ് വരുന്നത്. അപ്പം അങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് കയറിയതാ. നല്ല നല്ല ഓഫർ ഉണ്ടല്ലേ ഇപ്പം അവിടെ. കാരണം എത്രയോ 70,000 എബോവ് എന്തെങ്കിലും അതായത് ഫോണോ ലാപ്ടോപ്പ് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാല് എന്തായിരുന്നു കൊടുക്കുന്നത്? അതില് സ്മാർട്ട് ടി വി ഉണ്ടാവും 32 ഇഞ്ചിന്റെ. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാല് കാർ വാഷർ, അത് ഏകദേശം ഒരു 14,000 രൂപയുടെ കാർ വാഷറാണ് അത്. പിന്നെ വരുന്നത് വാക്കിംഗ് റൂം ക്ലീനർ, റോബോട്ടിക് ആയിട്ടുള്ളത്, അതും കിട്ടും. അത് കൂടാണ്ട് സ്ക്രാച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതെന്തായാലും കൺഫേം ആണ്. 500 രൂപേന്റെ ഒരു പർച്ചേസ് ഇല്ലെങ്കിൽ എന്തായിരുന്നു 500 മേലെ ഏത് പർച്ചേസ് അങ്ങനെയല്ല, 500 രൂപേന്റെ ഒരു ഷോപ്പിംഗ് ഫ്രീ ആ സ്ക്രാച്ച്. പിന്നെ മിക്സി, കുക്കർ അങ്ങനെ എന്തല്ലോ അല്ലേ തന്നെയാണ്. അങ്ങനെ എന്തെല്ലോ സാധനങ്ങളെല്ലാം ഓഫർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ ഒന്നും വാങ്ങാത്തോണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ നല്ല ഓഫർ ഉണ്ട്. പിന്നെ അതേ മാത്രമല്ല, ഇപ്പൊ 20,000 മേലെ വാങ്ങിക്കുന്നവർക്ക് വേറെ ഓഫർ ഉണ്ട്, 50,000 മേലെ വാങ്ങിക്കുന്ന ഒരു ഓഫർ ഉണ്ട്, 70,000 മേലെ ഓഫർ വരുമ്പോഴാണ് കുറച്ച് വലിയ പ്രമോഷനും കാര്യമൊന്നല്ല കേട്ടോ. നമ്മളറിഞ്ഞ കാര്യം ആരെങ്കിലും ഓണായതുകൊണ്ട് വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ടാവില്ല. സാധാരണ ഒരു ഫോണെല്ലാം മേടിക്കുന്നവരാണെങ്കിൽ പുറത്ത് പോയിട്ട് നമ്മൾ മേടിക്കും. ഒരു 50,000 ഫോണാന്ന് വെച്ചു 50,000 വേറെ ഒന്നും കിട്ടൂല. ആകെ ഒരു സ്ക്രാച്ച് കാർഡിന്റെ മറ്റേ ഇത് കിട്ടും, വേറെ ഒന്നും കിട്ടൂല. ഒരു കവർ കിട്ടുമായിരിക്കും, പിന്നെ വാറണ്ടി കിട്ടുമായിരിക്കും, അത് മാത്രമേ കിട്ടൂ. പക്ഷെ ഇവിടെ ഇമേജ് പോവാണെങ്കിൽ നമുക്ക് അതും കൂടാതെ പ്ലസ് എന്തെങ്കിലും മിക്സി, ഗ്രൈൻഡർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗിഫ്റ്റ് വൗച്ചേഴ്സും ഉണ്ട്. പ്ലസ് നമുക്ക് വേറെ തന്നെ സ്ക്രാച്ച് കാർഡ് വിന്നർ ആയിട്ടുള്ള അതും ഉണ്ട്. അപ്പോൾ അത് കൺഫേം ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് അതുകൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാല് ഫുഡ് ഒക്കെ കഴിച്ചല്ലേ നമ്മള്. ഫുഡ് കഴിച്ച് നമ്മളെ വീഡിയോ കാണിച്ചിട്ടില്ലേ, ഇവിടുന്ന് മലയാറ്റൂർ. നല്ല ഫുഡായിരുന്നു. പക്ഷെ ബിരിയാണി അത്ര പോരാ. എനിക്ക് ഞാൻ ഊണാ വാങ്ങിച്ചത്, കുഴപ്പമില്ല. നമുക്ക് ഇറങ്ങാം. സ്കാനിങ്ങിന്റെ എടുക്കാം, പോയി നോക്കട്ടെ. ഇവിടെ എത്തിയിട്ടുള്ളത് അതാണ് നമ്മുടെ സ്കാനിങ് സെന്റർ. അല്ല അതല്ല, ഇങ്ങോട്ടാണ് നമ്മുടെ സ്കാനിങ് സെന്റർ. ഇതാ കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ സ്കാനിങ് സെന്റർ. അപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. അപ്പോഴിതാ സ്കാനിങ്ങിൻ്റെ ഇടയ്ക്ക് എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബുക്ക് കൂടി ചെയ്യാതെ വന്നതുകൊണ്ട് ശരിക്കും നല്ല കട്ട പോസ്റ്റായിട്ട് ഇരിക്കുകയെന്ന്. കുറേ സമയം കഴിഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടില്ല. ഏകദേശം ഒരു 2 മണിക്കൂർ അവിടെ കാത്തിരുന്നതിന് ശേഷമാണ് കുട്ടീനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായത്. ഞാൻ സ്കാൻ ചെയ്യാൻ കയറിയിട്ടും ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ടായിരുന്നു. ഹലോ മിസ്റ്റർ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സൗണ്ടാ? എന്താ സൗണ്ട്? അങ്ങനെയല്ല, ഇവിടെ ഇരുന്ന് പോസ്റ്റായിട്ട് എന്തുണ്ട്? എന്തിനു ഇറങ്ങി ഓടാനാ? എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് പിടിച്ച് പ്രസ് ചെയ്തനാ? ഉറങ്ങിപ്പോയിട്ടോ പ്രസ് ചെയ്തിട്ടില്ലെന്ന്? എനിക്ക് ഓർമ്മയില്ല. അതെയാ, ബെസ്റ്റ്. ഇവിടെ ഇരുന്ന് പോസ്റ്റ് ആയതിനെ കുറിച്ചിട്ട് ഞാൻ പറയാനുണ്ടോ? ഇവിടെ ഇരുന്ന് പോസ്റ്റ് ആയതിനെ കുറിച്ച് രാവിലെ നമ്മൾ എത്ര മണിക്ക്? 12 മണിക്ക് ആവുന്ന് പറഞ്ഞിന്.
പക്ഷെ ഞാനിപ്പോൾ ഏകദേശം 5 മണിയാവാനായി. 5 മണിയാ 6 മണിയാകുമ്പോൾ കാലാവസ്ഥ. ഓക്കെ, പാവ മോള്. അതെ, കുഞ്ഞുമോൾ അവിടെ ഉണ്ട്. അതെ, അങ്ങനെ നമ്മളിതാ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കാനിങ്ങും ഫിലിമും കാര്യങ്ങളെല്ലാം കിട്ടി. നല്ല മഴയാണ്. നല്ല മഴയല്ല, മോശം മഴ. മഴ ഇതാ തകർത്തിയായി പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അമ്മമ്മയെല്ലാം പറയുന്നുണ്ട് വീട്ടില് എന്താണ് കർക്കിടക മാസമായ പോലെ ഉള്ളത്, ചിങ്ങമായിട്ടും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോഴിതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നേരെ നിർത്തുന്ന പരിപാടിയില്ല, ഒരു കാര്യമില്ല, നേരെ വീട്ടിലേക്ക്. നമ്മളെ കുടിയിലേക്ക് മോളെ വീട്ടിലാക്കിയിട്ടാ വന്നത്. ഇത്ര ഡിലേ ആവുമെന്ന് കരുതിയിട്ടില്ല. കാരണം ഞാൻ അനക്കും കോട്ടയ്ക്കല് ആവശ്യത്തിന് പോകേണ്ടതൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ മോളെ കൂട്ടുന്ന രീതിയിലാണ് വീട്ടിലാക്കിയിട്ട് പോയത്. മോളെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ മോളെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ബുദ്ധിമുട്ടായേനെ. കാരണം ഇത്ര സമയം മോള് വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ പുറത്ത് നിൽക്കില്ല. അപ്പൊ അതിനേക്കാളും ബുദ്ധിമുട്ടായേനെ. ഇല്ല, അമ്മേനപ്പുറം കളിക്കുന്നുണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്. വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ. ഞാൻ ഒരേ പോയിന്റിൽ ഞാൻ പറഞ്ഞു നല്ലോണം കരയുന്ന പോലെ ഉണ്ടെങ്കിൽ ഞാൻ ബസ് കയറി പോയിക്കോളാം. പക്ഷെ അത്ര സീൻ ഉണ്ടായിട്ടില്ലെന്ന് തോന്നും. ഇപ്പൊ നമ്മള് സിഗ്നലിൽ നിർത്തിയിട്ടുള്ളൂ. ആരും വിചാരിക്കണ്ട ഇതെന്താ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നത്. നമ്മള് സിഗ്നലിലാണ് ഉള്ളത്. സിഗ്നലും കാത്തിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. മഴ വിചാരിക്കാത്ത മഴ പെയ്തുപോയി. ഒരു മിനിഞ്ഞാന്നാണെന്ന് തോന്നുന്നു ഉച്ചക്ക് പെട്ടെന്നൊരു മഴ പെയ്തത്. അത്രയും സമയം വെയിലുണ്ടായിട്ട് പിന്നെ ആ മഴ നിന്നിട്ടില്ല. മഴയേ മഴ. കുട്ടികൾ വിചാരിക്കുന്നുണ്ടാവല്ലേ സ്കൂള് പൂട്ടിയത് വളരെ മോശമായി പോയത്. കാരണം സ്കൂള് പൂട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് ലീവ് കിട്ടുമായിരുന്നു സ്കൂൾ ടൈം ആണെങ്കിൽ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത്. അപ്പൊ മഴയും കൂടി ആയതുകൊണ്ട് ആകെ ചളിപ്പിളിയായിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോ റിപ്പോർട്ടിന്റെ കാര്യം പറയുവാണെങ്കിൽ റിപ്പോർട്ട് നാളെ കിട്ടുമെന്ന് പറഞ്ഞു. നാളെ വന്നിട്ട് വാങ്ങിക്കാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് വാട്സപ്പിൽ റിപ്പോർട്ട് ഒന്ന് ജസ്റ്റ് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. സിഗ്നൽ എടുത്തു. പക്ഷേ സിഗ്നൽ വന്നു, നമുക്ക് കിട്ടി. നമ്മൾ പോവുകയാണ്. കട്ട പോസ്റ്റായി എന്ന് പറഞ്ഞാൽ കട്ട പോസ്റ്റായി. അതിന്റെ ഉള്ളിൽ ഭയങ്കര തണുത്ത് പറിച്ചിട്ടേ പോലും ചങ്ങായി ഇരുന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അത്രയും തണുപ്പല്ലേ. ഒന്നാമത് മഴയും അല്ലേ. അപ്പൊ ഓൾറെഡി തണുത്തിട്ടാണ് നമ്മുടെ മഴ ഉള്ളിൽ കയറിയത്. അപ്പൊ ഉള്ളിൽ അവിടെ ഈസി ആയിരുന്നു, തണുപ്പുണ്ട്. അവിടുന്ന് ഉള്ളിലേക്ക് കയറിയിട്ടാണ് പോയിട്ടുണ്ടായത്. കാരണം MRI സ്കാനിങ്ങിന്റെ അവിടെ എന്തായാലും AC നല്ലപോലെ കൂളിംഗ് ഉണ്ടാവും. കാരണം അത് ആക്ച്വലി നമുക്ക് വേണ്ടിയിട്ടല്ല. MRI സ്കാനിങ്ങിന്റെ മെഷീൻ ഭയങ്കര ഓവർ ഹീറ്റ് ആകുന്നതായിട്ട് അതിന് കൂളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ് വെച്ചിരിക്കുന്ന AC. കുറെ ആൾക്കാർക്ക് അത് അറിയില്ല. അപ്പോൾ ഇതാണ് മെയിൻ റീസൺ. ഓക്കെ, ഇതിൽ മാത്രമല്ല നമ്മൾ ഷിപ്പിൽ വർക്ക് ചെയ്തപ്പോഴും ഷിപ്പിൽ ഇതേപോലെ എനിക്കും ഇത് മുന്നേ അറിയില്ലായിരുന്നു. പിന്നെ പഠിക്കുന്ന സമയത്താണ് ഇത് അറിഞ്ഞത്. ഇലക്ട്രോണിക്സ് ഒക്കെ ഭയങ്കര ഹീറ്റാവും, അതിന് വേണ്ടിയിട്ട് നമ്മൾ AC ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പം എനിക്കും അറിയില്ലായിരുന്നു. പറയാത്തവർക്കെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഇപ്പം നമുക്ക് പൊതുവെ നമുക്കറിയില്ല കേട്ടാ. അപ്പം കുറച്ചാൾക്കാർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞിട്ടുണ്ടാവും എന്താണ് ഇതിൽ ഇത്രയും ഭയങ്കര AC വെക്കാനുള്ള കാരണം. പക്ഷെ ആ തണുപ്പത്ത് നമുക്കൊരിക്കലും കുറച്ച് സമയം പിടിച്ചു വെക്കാൻ പറ്റും. അത്രയ്ക്ക് തണുപ്പായിരിക്കും, ഭയങ്കര തണുപ്പായിരിക്കും. അതായത് 16, 17, 14 ഒക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതിലൊക്കെ നമുക്ക് കുറച്ച് സമയം നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റില്ല. നമുക്ക് കൂടുതൽ സമയം നിൽക്കാൻ പറ്റുന്ന 24 അതിലൊക്കെ 24, 23 വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതൽ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത സമയത്ത് അത്ര സമയം നമുക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര തണുപ്പ്. എനിക്കാണെങ്കിൽ അലർജിയുടെ പ്രശ്നം കൂടി ഉള്ളതാണ്. എന്തൊരു തണുപ്പ്. അവസാനം ഞാൻ അവിടെ നിന്ന് ഒരേ തുമ്മലായിരുന്നു. എങ്ങനെയൊക്കെ ഇറങ്ങി വന്നത് എൻ്റെ ഭാഗ്യം. ഇപ്പം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും വേറെ എവിടെ കയറാനൊന്നും ഇല്ല, എന്തെങ്കിലും വീഡിയോ എടുക്കാം നമുക്ക്. അപ്പൊ ഈ വീഡിയോ എല്ലാം പറയുന്നതിന് മുമ്പേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ എല്ലാ വീഡിയോസിലും അധികം പറയാറുണ്ട് ഞാൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നൊന്നും അറിയില്ല.
നോമ എല്ലായിടത്തും പറയാറുണ്ട്. പിന്നെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. കുറെ ആൾക്കാർ ഞാൻ മർച്ചന്റ് നേവിയുടെ വീഡിയോസ് മുന്നേ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്ളോഗ് ചെയ്യും. പക്ഷെ ആ സമയത്ത് എനിക്ക് വ്ളോഗ് ചെയ്യാൻ ഒന്നുമില്ല. കുട്ടി ഷിപ്പിലായതുകൊണ്ട് തന്നെ ഞാനും മോളും അല്ലേ നാട്ടില്. അപ്പൊ നമ്മളെവിടെ പോകാൻ എപ്പോഴെങ്കിലും മോളൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെ മാത്രമേ പുറത്തെല്ലാം ഇറങ്ങാറുള്ളൂ. അപ്പോഴന്ന് കുറച്ചെങ്കിലും വ്ളോഗെല്ലാം എടുക്കല്. പിന്നെ മോളെ ഇങ്ങനെ ഞാൻ തന്നെ എടുക്കണം എന്നെല്ലാം പറഞ്ഞ് വാശിയിലായി കഴിഞ്ഞാൽ പിന്നെ വ്ളോഗും എനക്കും എടുക്കാനും പറ്റില്ല. പിന്നെ അനുസരി എപ്പോഴെങ്കിലും കൂടെ വരുമ്പോഴാണ് വ്ളോഗെല്ലാം എടുത്തിരുന്നത്. അപ്പൊ ഇപ്പം വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരേ വ്ളോഗായി പോയി. നമുക്ക് മർച്ചന്റ് നേവിന്റെ വീഡിയോസ് എല്ലാം ഇങ്ങനെ ഓരോ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം മർച്ചന്റ് നേവിന്റെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്തായാലും ചെയ്ത് തുടങ്ങണം. തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വ്ളോഗിൽ ഒതുക്കുന്നത്. ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണല്ലോ. അപ്പോഴതുകൊണ്ടാണ് ഇങ്ങനെ വ്ളോഗ്. ഇപ്പം കുറേ ആൾക്കാർക്ക് വ്ളോഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്, കമന്റ് ചെയ്യാറുണ്ട്. അപ്പം പിന്നെ മർച്ചന്റ് നേവി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ട്. ഇപ്പം ലൈവും കുറച്ച് കുറവാണ്. എന്തെങ്കിലുമായിട്ട് തിരക്കുണ്ടാവും ആ സമയത്ത്. പിന്നെ ഇപ്പോഴും പറഞ്ഞില്ലേ, ഈ ഒരു നടുവേദനയുടെ പ്രശ്നം ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഫിസിയോ MRI സ്കാൻ ചെയ്യാൻ നിന്നത്. അപ്പോഴേ ഇതുപോലെ ഫിസിയോതെറാപ്പിക്ക് ഒന്നും കിട്ടും. അത് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈവനിങ് ആണ് സ്ലോട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവിടെ നിന്നെല്ലാം കൂടി മസാജും കാര്യങ്ങളും ചെയ്ത് ഫിസിയോ കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല നടുവേദനയാവും. പിന്നെ ലൈവ് പോകാനൊന്നും പറ്റൊരു മാനസികാവസ്ഥയിലായിരിക്കില്ല. ലൈവ് പോകണമെന്നല്ല നമ്മൾ ഓരോ ദിവസവും രാവിലെ കരുതും ഇന്ന് എന്തായാലും ലൈവ് പോകണം എന്നല്ല. പക്ഷേ മർച്ചന്റ് നേവിന്റെ ഡൗട്ടിൽ ഞാൻ കയറി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ലൈവ് പോകാന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു 5:30-6 മണിയാകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ നല്ല വേദനയും കൊണ്ടായിരിക്കും വരുന്നത്. പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് ആകെ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ലൈവ് ഒന്നും പോകാൻ വേണ്ടി. കാരണം വേദന കൊണ്ട് പിന്നെ ഒന്നും പറയാനും പറ്റൂല. വെറുതെ വന്നിരുന്ന് ആൾക്കാരുടെ ഡൗട്ടിന് അന്നല്ലോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ ഫുൾ ഓക്കെ ആവുന്ന ദിവസമല്ലേ ചെയ്യാൻ പറ്റും. ഇന്ന് മിക്കവാറും ലൈവ് ചെയ്യും. കാരണം ഇന്ന് ഫിസിയോന് പോയിട്ടില്ല. ഫിസിയോന് പോകേണ്ടുന്ന സമയത്ത് നമ്മൾ അവിടെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പം ലൈവ് ഉണ്ടാവുമോ? ഇപ്പൊ ഈ വീഡിയോ ഇറങ്ങുന്നത് വേറെ ഏതെങ്കിലും ദിവസമായിരിക്കുവേ. ഇന്ന് തന്നെ ഇനിയിപ്പോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഉണ്ടാവും. നമ്മളെ പോയിക്കൊണ്ടിരിക്കുവാണ്. താവക്കര റോഡ് ട്രാഫിക്കിലാണ് പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ കൂടുതലായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ വീഡിയോസ് കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് കമന്റിലൂടെ പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇങ്ങനത്തെ വീഡിയോസ് ആണ് താല്പര്യം? വ്ളോഗ്സ് ആണോ അല്ലെങ്കിൽ കുക്കിംഗ് രീതിയിലുള്ളതാണോ? മർച്ചന്റ് നേവിൻ്റെത് എന്തായാലും ഇഷ്ടമാണ് എല്ലാന്ന് പറഞ്ഞാൽ നമ്മളത് എന്തായാലും ചെയ്യും. കാരണം കുറച്ചാൾക്കാർക്കെങ്കിലും ഉപകാരം ഉള്ളത് കൊണ്ട്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോസ് സജഷൻസ് കണ്ടന്റ്സ് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. നമ്മൾ അതൊക്കെ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോഴെന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് നിർത്തുകയെന്ന്. ഇനിയിപ്പോൾ ട്രാഫിക്കിൽ പെട്ടിട്ടാണ് ഉള്ളത്. ഇനിയിപ്പം അവസരം കിട്ടിയാൽ നമ്മൾ വേണ്ടിയും പോകും അല്ലേ. അപ്പോഴേ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഇനിയിപ്പോൾ എവിടെയും പോകാനൊന്നുമില്ല. അപ്പം വേറെ വീഡിയോസും കാര്യങ്ങളും എടുക്കാനൊന്നുമില്ല. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.